ഫ്രണ്ട്സ്, ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബർഗറിലേക്കുള്ള പാറ്റി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് പീസസാക്കി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 1 കിലോ ചിക്കനിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 മൂടിയോളം നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി. ഇപ്പോൾ ഇതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരക്കണതിൻ്റെ മുമ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് നന്നായി ഗ്രൈൻഡറിലിട്ട് നല്ലോണം മിക്സ് ഫൈനാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, ഒരു വലിയ തട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കണം. നമ്മൾ നല്ല ഫൈനാക്കി വെച്ച നമ്മുടെ ചിക്കൻ്റെ മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ബാക്കി വരുന്ന ചിക്കനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പം അതൊക്കെ ചെയ്തിട്ട് അത് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് രണ്ടും നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നത് 2 സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ട് നല്ലോണം എല്ലായിടത്തും മസാല ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിൻ്റെ അടുപ്പെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ഈ മൂടിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇതേപോലെ ചെയ്തെടുക്കുക. ഇത് നമുക്ക് കൈകൊണ്ടും ചെയ്തെടുക്കാനത് ഒരു വൃത്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് തട്ടി കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ഇതും ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് തട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് മൊത്തമായിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതിവിടെ മൊത്തമായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂൺ പാലും ചേർത്തിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓരോ പാറ്റിയും എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സിലേക്ക് മുക്കി 1 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി പാറ്റി റെഡിയായി. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.